അപ്പോൾ ഗൈസ് ഇന്ന് സ്കൂളിൽ പോലുള്ള കള്ളക്കളവാണ് അങ്ങനെ കള്ളക്കളവ് എടുത്തിട്ടിരുന്ന് എന്നെ വീട്ടിൽ നിന്ന് ഓടി. ഇന്ന് എനിക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യാനും പിന്നെ അമ്മമ്മ അമ്പലത്തിലെ പരിപാടിയാണ്. ഇങ്ങോട്ട് പോകണം ഗൈസ്, നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ച് റെഡിയായി, തലയൊക്കെ കെട്ടി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അമ്മ ഭയങ്കര സ്ലോ പുയു എങ്ങനെയാണോ അയച്ചു പോകണം അതേപോലെയാണ് അമ്മ കാട്ടണത്. എനിക്ക് പേടിയാവുന്നുണ്ട്, അവരെൻ്റെ രണ്ട് കണ്ണും കുത്തി പുറത്തടിക്കോ അങ്ങനെ. ഭയങ്കരമാണ് ഈ തള്ളയുടെ വളവളാന്നുള്ള സംസാരം. പ്ലസ് ഞങ്ങൾ അങ്ങനെ ബസ് കയറാൻ വേണ്ടി വന്നു. ഇവിടെ ഭയങ്കര വെയിലാണ് ഗൈസ്, എല്ലാവരും വെയിലാണ്. സ്റ്റെപ്പിലെത്തിയിട്ടും എനിക്ക് നിൽക്കാൻ വയ്യത്തുള്ളൂ, ഞാൻ ഇരുന്ന് ഗൈസ്. അര വണ്ടിയാണോ അപ്പോഴത്തേനും ബസ്സിൽ കയറി നെന്മാറിലുണ്ട് ബസ് ഇറങ്ങി. എന്നിട്ട് തിരക്കൊന്നുമില്ല, കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും ഡോക്ടർ വന്നിരുന്നു കേട്ടോ. എനിക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെ പോയപ്പോഴത്തേനും അമ്മ പല്ല് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. എൻ്റെ പല്ല് എന്തോ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഉണ്ട് ഇളകുന്നതിനോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവിടെ എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് പല്ലിൻ്റെയും. പിന്നെ അവിടെ ഇതിൻ്റെ പുറകിലാണ് പല്ല് ടെസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് നേരം പുറത്ത് പോസ്റ്റ് അടിച്ചിരുന്നു. സാറില്ല, എന്തായാലും അമ്മ പോസ്റ്റ് അടിക്കേണ്ടതാണല്ലോ, അതുകൊണ്ട് ഞാൻ സഹിച്ചു. ഇനി എപ്പോഴും പോയിട്ടുണ്ടാവും. ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, ഇവിടെ എല്ലാം ഫ്രീ ആണ്. ഇനി നമ്മൾ പുറത്തുനിന്ന് ഇവിടെ ഡോക്ടർമാർ പറഞ്ഞ വല്ല മരുന്ന് വാങ്ങണം എങ്കിൽ മാത്രം നമുക്ക് പുറത്തുനിന്ന് വാങ്ങും, അല്ലെങ്കിൽ മരുന്നെല്ലാം ഇവിടെ തന്നെ കിട്ടും കേട്ടോ. നല്ല അസുഖമുള്ളവർ ഓട്ടി വന്നോളൂ കേട്ടോ. ഇനി നമ്മൾ വേറെ ബസ് കയറി അങ്ങനെ അമ്മൂട്ടിക്ക് പോണേ. ഇവിടെ നിന്ന് അടുത്താണ്, കുറച്ചേ ഉള്ളൂ. ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ ജീരസോട് കുടിച്ചു. എന്നെ കൊണ്ട് ഒന്നും പോലും കുടിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും നമ്മൾ റോഡ് കഴിഞ്ഞിട്ട് നാലാട്ട് ആ മന്ദിരത്തിലേക്ക് പോകുന്ന പോലെ ഈ കോടീശ്വരന്മാർക്ക് പോകാൻ പറ്റും തോന്നുന്നുണ്ട്. കൃഷ്ണ കൃഷ്ണ മഹാഭാഗോപിതാവേ പിതൃവത്സലാം ഈ കൗണ്ടറിലാണ് വരേണ്ടത്, ഇവിടെ വരേണ്ടതാണ്. അമ്പലം